എല്ലാവർക്കും നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലോ ആസ്പിറൻസ് എല്ലാവരും അവരവരുടെ അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്ത് 18th നടക്കുന്ന എക്സാമിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ നിർബന്ധമായും കൊണ്ടുപോകേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിറ്റ് കാർഡ് അഥവാ ഹാൾ ടിക്കറ്റ് നിർബന്ധമായും ഹാളിൽ കൊണ്ടുപോകേണ്ടതാണ്. അത് ഈ ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡ് ക്ലിയർ ആൻഡ് ലെജിബിൾ ആയിരിക്കണം. അതായത് അതിൽ ഓരോ വരിയും കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിൻ്റ് എടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കരുതിയിരിക്കേണ്ട വേറൊരു വസ്തുവാണ് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഒരു ഐഡൻറ്റിറ്റി കാർഡ്. അത് നിങ്ങളുടെ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ പതിച്ച റേഷൻ കാർഡ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയുള്ള ആധാർ എൻറോൾമെൻറ്റ് നമ്പറുള്ളൊരു കാർഡ്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കാർഡോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോട്ടോ പതിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമായിട്ടും കരുതേണ്ടതാണ്. അതിൻ്റെ ഫോട്ടോ കോപ്പി അല്ല, ഒറിജിനൽ തന്നെ കരുതണം. അടുത്തതായിട്ട് നിങ്ങൾ കരുതിയിരിക്കേണ്ട ഒരു വസ്തുവാണ് ഒരു ബോൾ പോയിൻറ്റ് പെൻ. ഈ ബോൾ പോയിൻറ്റ് പെൻ ക്ലിയർ ആൻഡ് ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾക്ക് മൂന്ന് വസ്തുക്കളെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതായത് അഡ്മിറ്റ് കാർഡ്, നിങ്ങളുടെ ഫോട്ടോ പതിച്ചൊരു ഐഡൻറ്റിറ്റി കാർഡ്, പിന്നെ ഒരു ബോൾ പോയിൻറ്റ് പെൻ. ഇതിൻ്റെ മൂന്നിനും സ്പെസിഫിക്കേഷൻസാണ് ഞാനിതിന് മുന്നേ പറഞ്ഞത്. അടുത്തത് നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും തന്നെ എക്സാമിനേഷൻ ഹാളിൽ കയറ്റാൻ സാധിക്കുകയില്ല. അതായത് നിങ്ങളുടെ ഇലക്ട്രോണിക് വാച്ച്, മൊബൈൽ ഫോൺ, ഇയർ ഫോൺ, അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, ഇതൊന്നും എക്സാമിനേഷൻ ഹാളിലേക്ക് അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ പെൻസിൽ, ഇറേസർ, ഷാർപ്നർ, പെൻസിൽ ബോക്സ്, പെൻസിൽ പൗച്ച്, അങ്ങനെ ഒരു വസ്തുവും എക്സാമിനേഷൻ ഹാളിൽ കയറ്റാൻ പാടില്ല. ഇനി അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റഫ് പേപ്പർ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ ലഭിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ റോൾ നമ്പറും എഴുതി സൈൻ ചെയ്തതിന് ശേഷം എക്സാം തീർന്നു കഴിയുമ്പോൾ ഇത് ഇൻവിജിലേറ്ററിനെ ഏൽപ്പിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം മൗസും പിന്നെ വെർച്വൽ കീബോർഡ് ഉണ്ടായിരിക്കും സ്ക്രീനിൽ. അതും രണ്ടും ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എൻറ്റയർ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ ടൈമും അതുപോലെ തന്നെ വെന്യൂവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് LLBക്കാരുടെ എക്സാം നടക്കുന്നത് മോർണിംഗ് സെഷനിലാണ്. എക്സാമിനേഷൻ ടൈം 10 AM to 12 noon ആണ്. അതിൽ 2 hours മുന്നെയാണ് നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 8 o'clock നിങ്ങൾ എത്തണമെന്നുള്ളതാണ് ഇൻസ്ട്രക്ഷനിൽ തന്നിരിക്കുന്നത്. ഇനി 3 ഇയർ LLBക്കാരുടെ കേസിലാണെങ്കിൽ റിപ്പോർട്ടിംഗ് ടൈം 1 o'clock എക്സാമിനേഷൻ ടൈം 3 PM to 5 PM ആണ്. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എക്സാമിനേഷൻ ഹാളിൽ എത്തിച്ചേരേണ്ടതാണ്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയതുകൊണ്ട് പലർക്കും ഒരു സംശയങ്ങളെല്ലാം കാണും. ചിലർ ആദ്യമായിട്ടായിരിക്കും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് കമ്പ്യൂട്ടർ കേടായാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെയുള്ള ടെൻഷൻ പലർക്കും കാണും. അതിൻ്റെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും അവിടെ ഇൻസ്ട്രക്ഷൻസ് തരാനായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടും ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏതെങ്കിലും ഒരു കാരണവശാൽ വർക്കാകാതിരിക്കുകയും അതുപോലെ തന്നെ അല്ലെങ്കിൽ മൗസ് സ്റ്റക്ക് ആവുകയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ അവർ മാറ്റി അനുവദിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ടൈം ലാപ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് അവർ സെർവറിൽ സമയം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ സമയം കൃത്യമായിട്ട് തരുന്നതായിരിക്കും. അതായത് നിങ്ങളുടേതല്ലാത്ത തെറ്റുകൊണ്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെടില്ല എന്ന് അർത്ഥം. ഇനി എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം എക്സാമിനേഷൻ ഹാളിൽ കയറുമ്പോൾ നിങ്ങളുടെ ബയോമെട്രിക് ഇവാലുവേഷൻ അതുപോലെ തന്നെ ഫേസ് ഇവാലുവേഷൻ എല്ലാം നടക്കും. അതിനുശേഷം നിങ്ങൾക്കൊരു സീറ്റ് നമ്പർ അലോട്ട് ചെയ്ത് കിട്ടും. ഈ സീറ്റ് നമ്പറിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും. ആ കമ്പ്യൂട്ടറിൻ്റെ ടോപ്പ് ബോട്ടം കോർണറിൽ
നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സീറ്റ് നമ്പറും ഈ കമ്പ്യൂട്ടറിൽ ഈ നമ്പറും കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കണം. അതായത് രണ്ടും സെയിം ആണോ എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനുശേഷം ഈ ലോഗിൻ സ്ക്രീനിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് പ്രത്യക്ഷപ്പെടും. അതിൽ നിങ്ങളുടെ റോൾ നമ്പർ അടിച്ചു കൊടുത്തിട്ട് എൻ്റർ അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു സീക്രട്ട് കോഡ് അടിക്കാനായിട്ട് തരും. ഈ സീക്രട്ട് കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെച്ച് തരുന്ന ഒരു നമ്പർ ആയിരിക്കും. ആ സീക്രട്ട് കോഡ് എൻ്റർ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ റോൾ നമ്പർ വാലിഡേറ്റ് ചെയ്ത് നിങ്ങളെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സ്ക്രീനിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ലോഗിൻ പേജിൽ കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് കാണാം. ആ ഇൻസ്ട്രക്ഷൻസിൽ കാൻഡിഡേറ്റ്സിന് അവരുടെ പേര്, റോൾ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ, ഇതെല്ലാം കാണാൻ സാധിക്കും. അതിനുശേഷം എക്സാം തുടങ്ങണേക്ക് ഒരു 15 മിനിറ്റ് മുന്നേ നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് തരും. അതായത് എങ്ങനെ നമ്മൾക്ക് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെ ഫെമിലിയറൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ മോക്ക് ടെസ്റ്റിൻ്റെ സമയത്ത് അവിടെ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ടൈമർ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണറിലായിരിക്കും. അതിൽ ടൈമറിൽ ടൈം 0 ഹിറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളെ ആക്ച്വൽ എക്സാമിനേഷൻ്റെ സ്ക്രീനിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമാണ് ആക്ച്വൽ എക്സാമിനേഷൻ നടക്കുന്നത്. ഈ ആക്ച്വൽ എക്സാമിനേഷൻ്റെ സ്ക്രീനിൻ്റെ പാനലിൽ ചില ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര, നിങ്ങൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് എത്ര, അതുപോലെ തന്നെ റിമൈനിങ് ടൈം എത്ര, ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയമല്ല ഇത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സാധാരണ പോലെ ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി ഫോൺ സൈസ് ചെറുതായിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഫോൺ സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ പാലറ്റ് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നാവിഗേറ്റ് ചെയ്തെടുത്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പാലറ്റിൽ ഓരോ ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ സ്റ്റാറ്റസും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് ആൻസേർഡ് ആണോ, മാർക്ക്ഡ് ഫോർ റിവ്യൂ ആണോ, അൺആൻസേർഡ് ആണോ, അല്ലെങ്കിൽ ആൻസർ ചെയ്തിട്ട് റിവ്യൂവിന് മാറ്റി വെച്ചിരിക്കുന്നതാണോ, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ പാലറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് കുറച്ച് കളർ കോഡുകളുണ്ട്. നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസിനെല്ലാം ഗ്രീൻ കളറിലായിരിക്കും അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൻസർ ചെയ്യാത്തത് വൈറ്റ് കളറിലും, റിവ്യൂവിന് വെച്ചിരിക്കുന്നത് അതായത് മാർക്ക് ചെയ്തിട്ട് റിവ്യൂവിന് വെച്ചിരിക്കുന്നത് ഓറഞ്ച് കളറിലും, ആൻസർ ചെയ്തതിന് ശേഷം റിവ്യൂവിന് മാറ്റി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനെ പേർപ്പിൾ കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ കോഡ് അനുസരിച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. അതായത് ഞാനിത് ആൻസർ ചെയ്തിട്ടില്ല, ഞാൻ റിവ്യൂവിന് മാറ്റി വെച്ചിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് ഓറഞ്ചിലായിരിക്കും. ആൻസർ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കതിൽ സംശയമുണ്ട്, ഞാനിത് റിവ്യൂവിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ കോഡ് എന്ന് പറഞ്ഞാൽ പേർപ്പിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് നോക്കിയെടുത്തിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു, അതിൻ്റെ ആൻസറും മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുമ്പോഴേക്കും നിങ്ങളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളെ ഓട്ടോമാറ്റിക്കലി കൊണ്ടുപോകും. ഇനി നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പക്ഷേ അതിന് മുന്നിലത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ആണ് ഇനി ആൻസർ ചെയ്യാൻ തോന്നുന്നതെങ്കിൽ സേവ് ആൻഡ് പ്രീവിയസ് എന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ മുന്നിലുള്ള ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഇനി നിങ്ങൾ എഴുതിയ ഒരു ആൻസർ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ക്ലിയർ റെസ്പോൺസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ആൻസർ ഇല്ലാതെയാവും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റിവ്യൂവിന് വേണ്ടി മാർക്ക് ചെയ്യുക, അൺമാർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു റൈറ്റ് ഹാൻഡ് കോർണറിൽ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമറിൽ ടൈം കാണിച്ചുകൊണ്ടിരിക്കും, റിമൈനിങ് ടൈം. അപ്പോൾ ഈ റിമൈനിങ് ടൈം 0 ആകുമ്പോഴേക്കും നമ്മളുടെ ഈ സ്ക്രീൻ പോയിട്ട് എക്സാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതിൽ നിങ്ങളുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ടായിരുന്നു, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു, അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് അൺആൻസേർഡ് ഉണ്ട് എന്നുള്ളതെല്ലാം കാണിച്ചു തരും. ഇനി ഈ പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു സിഗ്നലാണ് തരുന്നത്. അതിന് ശേഷം നിങ്ങൾ എൻഡെന്നോ അല്ലെങ്കിൽ സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ ഒന്നും പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ എക്സാം സ്റ്റാറ്റിസ്റ്റിക്സ് പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പുറത്ത് കിടക്കാവുന്നതാണ്. ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാ ഇൻസ്ട്രക്ഷൻസും 1 by 1 ആയിട്ട് അതിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ ഇത് നോക്കിയെടുത്ത്
ചെയ്യാവുന്നത് തന്നെ. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 120 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 4 സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളേജ്, അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ്. അങ്ങനെ 4 ടോപ്പിക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അതിൽ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 36 ക്വസ്റ്റ്യൻസും ജനറൽ നോളജിൽ നിന്ന് 27 ക്വസ്റ്റ്യൻസും അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസിൽ നിന്ന് 42 ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസിൽ നിന്നാണ്. അങ്ങനെ ഓരോ റൈറ്റ് റെസ്പോൺസിനും, അതായത് ഓരോ കറക്റ്റ് ആൻസറിനും 3 മാർക്സാണ് അവാർഡ് ചെയ്യപ്പെടുന്നത്. ഇനി റോങ് ആയിട്ട് മാർക്ക് ചെയ്യുന്ന ആൻസറിന് 1 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. അൺആൻസേർഡായിട്ട് വിടുകയാണെങ്കിൽ അത് മാർക്ക് ചെയ്യത്തില്ല. ഇനി അപ്പോൾ ഒരു കുട്ടിക്ക് മാക്സിമം കിട്ടാവുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 360 മാർക്സാണ്. അതായത് 120 × 3 360 മാർക്സാണ് ഒരു കുട്ടിക്ക് മാക്സിമം കിട്ടാവുന്ന മാർക്ക്. ഇനി 2 or 3 കുട്ടികൾക്ക് ഒരേ മാർക്ക് വരികയാണെങ്കിൽ ഒരു ടൈ വരികയാണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആരെയാണ് ഹയർ റാങ്കിലേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ളതിന് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ടൈ റിസോൾവ് ചെയ്യാനായിട്ട് ആർക്കാണോ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് അവരാണ് ഹയർ റാങ്കിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുക. ഇനി അതും സെയിം ആയിട്ട് വരികയാണെങ്കിൽ ആർക്കാണോ ജനറൽ ഇംഗ്ലീഷിൽ കൂടുതൽ മാർക്ക് കിട്ടിയത് അവർക്കാണ് ഹയർ റാങ്ക് കിട്ടുക. ഇനി ഈ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസും അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷും രണ്ടിനും സെയിം വന്നു, അതുപോലെ തന്നെ സെയിം മാർക്ക് വരികയാണെങ്കിൽ പിന്നെയും ടൈ റിസോൾവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ ആർക്കാണോ കൂടുതൽ മാർക്ക് കിട്ടിയത് അവരെയായിരിക്കും ഹയർ റാങ്കിലേക്ക് പ്ലേസ് ചെയ്യുക. ഇനി ഈ 3 സബ്ജക്റ്റിലും ഒരേപോലെ ആണ് മാർക്കെങ്കിൽ ടൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ആരാണോ കൂടുതൽ പ്രായത്തിൽ മൂത്തത്, അതായത് പ്രായത്തിൽ മൂത്തയാളെ ഹയർ റാങ്കിലേക്ക് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റാങ്കിങ് സിസ്റ്റം വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിശ്ചയമില്ലാത്തൊരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പോകരുത്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമിനേഷനെ കുറിച്ച് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കണ്ടുമുട്ടുന്നതായിരിക്കും. Until then, bye from Team Amazing Academics. Bye. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.